ഗൈസ് ഈ ഏരിയയിലേക്ക് അതിലേക്ക് ആന ഇറങ്ങണത് കേട്ടോ. ഈ ഓഫ് റോഡും കാറിലൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി. ഒരേ മഴ അല്ലേ, അടിപൊളി മഴയാണ് കേട്ടോ. ദിവസത്തിലേക്ക് കിടക്കാം കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിയർ ബ്രേക്കർ. ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളത് വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം കേട്ടോ. കുറേ കാലത്തിന് ശേഷം നമ്മൾ റൈഡ് പോകണേ. കുറേ കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസമായി ഉണ്ടാവും എങ്ങനെയാലും ക്ലബ്ബിൽ നിന്നൊക്കെ റൈഡ് പോയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിരപ്പള്ളി വാഴച്ചാലാണ് റൈഡ് പോകാം കേട്ടോ. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പാണ്. പോയിട്ട് റൗണ്ട് സ്പിൻ പോലെ തിരിച്ചു വരും. അതാണ് ഇന്നത്തെ പോകും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഓരോരോ വണ്ടികളായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് പോകും. മഴക്കാലമൊക്കെ ആവാറായി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് കാണുന്നത്. ഇനിയിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല. അതിരപ്പള്ളി ഞങ്ങൾ കിടക്കുന്ന നല്ല മഴ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നല്ല, കിട്ടും. അടിപൊളി. ഇതൊക്കെ നമ്മുടെ കൂടെയുള്ള വണ്ടികളാട്ടോ കേട്ടോ. നമ്മൾ വാൽപ്പാറയ്ക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാങ്. നമുക്കിപ്പോൾ ഒരു 6 വണ്ടിയുണ്ട്. നമുക്ക് മൊത്തം 11 വണ്ടികളായിട്ട് വരാനുള്ളത്, 11 ആൾക്കാരുള്ളത്. അപ്പോൾ അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്റ്റോപ്പ് കൂടി ഉണ്ട്. കുറച്ച് ആൾക്കാർ നമ്മളെ ടോളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവരും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് പോകും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പാലേക്കര എത്തി കേട്ടോ. ടോളിൻ്റെ അവിടെ എത്തി. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 2-3 വണ്ടി കൂടി വന്നിട്ട് നമ്മളിവിടെ നിന്ന് നൈസായിട്ട് പോവും. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തൊക്കെ ഗൈസ്. നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ ട്രിസ്ലിങ് കിട്ടി തുടങ്ങി കേട്ടോ. ചെറിയ രീതിക്ക് മഴ പൊടിയുണ്ട് ഇവിടെ. എന്താകുമെന്തോ മഴ ഇത് കുളിക്കേണ്ടി വരുന്ന തോന്നണേ. ഗൈസ്, നമ്മളിപ്പോൾ അതിരപ്പള്ളി റോഡിലേക്ക് കടന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ റോഡ് ഉണ്ട് അതിരപ്പള്ളിലേക്ക് കേട്ടോ. നമ്മൾ ഹൈവേ എന്നാണ്ട് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഗായ്സ്, ഞങ്ങളിത് അതിരപ്പള്ളി റോഡിൽ കയറി കേട്ടോ. കയറിയപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇത്ര കട്ടിക്കല്ലെങ്കിലും മഴ പെയ്യാൻ തുടങ്ങി. എന്താവും എന്തോ ക്യാമറ അഴിച്ചേക്കേണ്ടി വരുമെന്നാവും. പിന്നെ നമ്മളിപ്പോൾ അതിരപ്പള്ളിക്ക് കയറിയ റോഡില്ലേ, അത് കുറച്ച് ദൂരം ഭയങ്കര ട്രാഫിക് കേട്ടോ. ചെറിയ റോഡായോണ്ടേ പിന്നെ നിറച്ചും നല്ല രീതിക്ക് തിരക്കുള്ള റോഡാണത്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചാടി വരും. പിന്നെ കുറേ നമ്മുടെ പോക്കറ്റ് റോഡ്സ് ഉണ്ട് ഈ റോഡിൽ. അപ്പോൾ വണ്ടികളെല്ലായിടത്തും കയറുക. അപ്പോൾ മാക്സിമം ഒന്ന് നോക്കി പതുക്കെ പോകുന്ന വഴി, വെട്ടിയും പോക്കറ്റ് പോയി റെഡിയാലി വഴി. കാരണം അതേ കണ്ടോ, എല്ലായിടത്തും പോക്കറ്റ് റോഡ്സാണ്. അതേ കയറി വരണ്ട. അപ്പോൾ ഈ റോഡ് മാക്സിമം ഈ റോഡ് പതുക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകണം, അല്ലെങ്കിൽ പണിയാണ് ഈ റോഡ്. നമ്മളിപ്പോൾ ഡ്രീം വേൾഡ് കഴിഞ്ഞു കേട്ടോ. ഡ്രീം വേൾഡില്ലേ, ഡ്രീം വേൾഡ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ റോഡ് പറയാനായിട്ട് അത്ര നല്ല റോഡൊന്നുമല്ല. ഈ പാച്ച് വർക്കും ചെയ്ത് അങ്ങനെ കാരണമൊക്കെ ഇട്ട റോഡാണ്. എന്നാലും കുഴപ്പമില്ല, നൈസായിട്ട് പോയാൽ. ഇങ്ങോട്ട് കുറച്ചും കൂടി പോകുന്നപ്പോൾ ഡ്രീം വേൾഡൊക്കെ കഴിഞ്ഞപ്പോൾ വലിയ കാര്യത്തിൽ ട്രാഫിക്കും വെള്ളമൊന്നുമില്ല കേട്ടോ. തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് റോഡിൽ. പക്ഷെ എന്നാലും സ്റ്റിൽ നമ്മുടെ പിള്ളേർ പോകണുണ്ടോ, ആടിപ്പാടി പോവാ. ഓക്കെ ഓക്കെ, നൈസായിട്ടുണ്ടല്ലേ, നൈസ് വഴിയേട്ടാ. 2 സൈഡും തേക്കും കാരണമൊക്കെ എന്നിട്ട് അടിപൊളിയുണ്ട്. ഏത് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടോ, ക്യാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടോ വണ്ടിയിൽ 360 ഒക്കെ. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിർത്തിയാട്ടാ. നമുക്ക് പോവാം. 360 വാങ്ങാം. ദൈവമേ, 4-5-6 വീഡിയോ ഇട്ടുണ്ട് ലക്ഷങ്ങളും. സംഭവം ഇതിനെങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ നൈസാണ്ടോ, പൊളി വൈബ് കേട്ടോ.
നൈസ് കാലാവസ്ഥ ഇതേനല്ലേ. നമ്മുടെ റൈഡേഴ്സിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു ഹെവനാണ് കേട്ടോ ഈ റോഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും കേർവ്സ് കേട്ടോ. നല്ല രീതിക്ക് കോർണറൊക്കെ അടിച്ചാൽ പോകാൻ പറ്റിയ റോഡുകളാട്ടോ. വേണ്ട നല്ല ടയറും വേണ്ട, അല്ലെങ്കിൽ കോർണർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ താഴെ. വൈബ് പഠിക്കണം, ഫുഡും കാരണം കഴിക്കാനൊക്കെ ആയിട്ട് കണ്ടോ. പക്ഷെ ഒരു ലെവലിൽ പോകാനേ പറ്റില്ല, കാരണം വിചാരിക്കാത്ത ടൈമിലാണ് കോർണേഴ്സും കാര്യങ്ങളൊക്കെ വരിക. ഉണ്ടോ സ്പ്ലെൻഡറൊക്കെ കോർണർ അടിച്ചാലും വരുന്നു, വെടിയും പൊക്കിയിട്ടല്ലേ പറഞ്ഞു. ഗൈസ് ഈ ഏരിയയിലേക്ക് അതിലേക്ക് ആന ഇറങ്ങണത് കേട്ടോ. അവിടെ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല രീതിക്ക് ഇലക്ട്രിക് ഫെൻസിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വൈകിക്ക് വൈബോയ്ക്ക് പൊള്ളി റോഡാണ് കേട്ടോ, പൊള്ളി. അതേ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടല്ലോ. സംഭവം ഉണ്ട് അവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ തുമ്പൂർ മൊഴി അവിടെ എത്തി കേട്ടോ. ഇവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് കേട്ടോ. നമ്മളൊന്നും അങ്ങോട്ടൊന്നും പോകണില്ല, നമ്മൾ റോഡ് റൈഡിന് ഇറങ്ങിയതല്ലേ. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ കാര്യങ്ങളൊക്കെ കാണാം. വേണ്ട വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോണും കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെ നമ്മളൊന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്തായാലും ഇവിടെ, കാരണം വൈൽഡ് ആനിമൽസ് കാര്യങ്ങളൊക്കെ ഇറങ്ങി. ഇപ്പം ഒന്ന് ഇറങ്ങാൻ ചാൻസ് കുറവാണ്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര റോഡൊക്കെ ഭയങ്കര റഷല്ലേ. പോരാത്തതിന് സൺഡേ ആണ് കേട്ടോ. നമ്മുടെ ക്യാമറമാനായിട്ടാ പോണേ 360 വെച്ചിട്ട് കരത്ത്. സി വഴി നോക്കി. നമുക്കിതാ പുഴ സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ. എവിടെ കാണുന്നത് പുഴയൊക്കെ ഉണ്ട്. എനിക്ക് അത്ര കാണാൻ പറ്റുമെന്ന് അറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ കാണാണ്ട് എനിക്ക്. ഇവിടെ അടുത്താട്ടോ പുഴയും കാരണമൊക്കെ ഇടണേ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തേക്ക് പോണ വെള്ളമാണ് കാണണേ. ഒരു 12 കിലോമീറ്റർ ഓടിയിട്ട് അതിരപ്പള്ളിയിലേക്ക് സ്നോ സ്ട്രോമാണ്. അവിടെ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ നിർത്തുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും മഞ്ഞും കാരണം കേട്ടോ. അതെ സിലോ സ്ട്രോമിൻ്റെ അല്ലേ. ചെറിയ കാലിൽ തെറ്റും കാര്യങ്ങളെ പറ്റും. കാന നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തണം. അടിപൊളി മഴയാണ് കേട്ടോ, ഒന്നും കാണാണ്ടാവില്ല. ഞാനിപ്പോൾ ഗോപ്രോൻ്റെ ഒരു കവറൊക്കെ ഇട്ടാണ് പോണേ. നല്ല രീതിക്കും മഴ കേട്ടോ. ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചാൽ നീങ്ങാം. മഴ പോയാൽ ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ലോകമൊക്കെ അടിപൊളിയാവുന്ന തോന്നുന്നു ഈ മഴയിൽ. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അതെന്തായാലും ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒന്നും കാണാണ്ടാവില്ല കേട്ടോ. അതിനെന്താ അവസ്ഥ അറിയില്ല, ഞാൻ നോക്കിയോട്ടെ. ഗൈസ് ഇപ്പം മഴ നൈസായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കുറഞ്ഞിട്ടോ, എന്നാലും കുറവുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ക്യാമറ ഒന്ന് ഓണാക്കിയതാ. തിങ്ക് എഗെയിൻ മഴ വന്നെന്നാ തോന്നണം കേട്ടോ. അത് മഴ വൻ ടാസ്ക്കാണ് കേട്ടോ, മഴയത്ത് റൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഇതാ അതിരപ്പള്ളിയുടെ അവിടെ എത്തിട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തി. ഇതേ വണ്ടിയിലൂടെ നിർത്താം കേട്ടോ. ഒരേ മഴ അല്ലേ, കാട്ടുന്നല്ലോ. നല്ല മഴ കേട്ടോ. അല്ല പാർക്കിംഗ് ഇല്ല, ഇല്ല പാർക്കിംഗ് ഇല്ല. ഞങ്ങൾ പോവാ. ഇതൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ വന്ന വണ്ടികൾ. വേണ്ട നമ്മൾ വന്ന വണ്ടികൾ കേട്ടോ. അപ്പോൾ വെറുതെ വീഡിയോ കാണലൊക്കെ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടോ നമ്മുടെ വണ്ടികൾ. ഞങ്ങൾ ഇവിടുന്ന് പോവാട്ടോ. ഓക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഒരു വണ്ടി എടുത്ത് ഇവിടെ നമ്മളധികം ഹോൾഡൊന്നും ചെയ്തില്ല കേട്ടോ. ഇവിടെ നമ്മളൊന്നും പരിപാടിയൊന്നുമല്ല, നമ്മളിവിടെ പിന്നെ എസ്കേപ്പ് അടിക്കണേ. പുള്ളി ഇത് മറ്റേ ഇവിടെ നിന്ന് വരേണ്ടതാണ് കേട്ടോ, വാൽപ്പാറയിൽ നിന്ന് വരുന്ന ബസ്സാണ് കേട്ടോ. ഇപ്പോൾ നല്ല മഴ ഉണ്ട് കേട്ടോ.
ഈ ഫോറസ്റ്റും പൊളി. ഒരു വണ്ടികൾ സൈഡിലൊക്കെ തന്നെ അവിടെ കേട്ടോ വെള്ളച്ചാട്ടം കഴിഞ്ഞു. ഇതിനെ വെള്ളം വരണ വഴി കേട്ടോ. അവിടെ ടിക്കറ്റും കാരണമൊക്കെ എടുക്കണം. മറ്റേ ഇത് പോവാൻ അതിരപ്പള്ളി. ഞങ്ങൾ വെറുതെ റൈഡിന് ഇറങ്ങിയതല്ലേ, നമ്മുടെ സ്ഥലം വെള്ളച്ചാട്ടം കാണാൻ വന്നതല്ല. പൊളി. ഞാനിങ്ങനെ ഓടിച്ചു പോകുന്ന തന്നെ ഐസാണ് കേട്ടോ. നമ്മളെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഗ്യാങ്ങായിട്ട് പോവുക, വൈബ്. ഒരു വഴി നോക്കിയാൽ നിങ്ങൾ നോക്കി. തകർത്ത്. ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് വൈൽഡ് ആനിമൽസ് വരും കേട്ടോ. മറ്റേ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ കേട്ടോ. അതൊക്കെ എലിഫൻറ്റ് കാറിലൊക്കെ കൂടെ ഉണ്ടാവും, ആന കാറിലൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് നോക്കി പോകണം, അല്ലെങ്കിൽ പണിയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വാഴച്ചാൽ ഏരിയയ്ക്ക് കിടക്കും കേട്ടോ. ആ ഡിവിഷനിലേക്ക് കിടക്കും, ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് കിടക്കും. നിങ്ങൾ റോഡ് കിടക്കണം നോക്കിയേ. എന്ത് രസമല്ല ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ. ചെറിയ രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. നല്ല കട്ടി മഴ വെച്ചാൽ രസമല്ല കേട്ടോ. ഇതേ ഉണ്ടോ, ഇതേ കുരങ്ങന്മാരൊക്കെ ഉള്ളതാ. ചെറു പാറ, അടിപൊളി. ഇവിടെയൊക്കെ നോ പാർക്കിംഗ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പാർക്കിംഗ് പ്രോഹിബിറ്റ് ചെയ്ത ഏരിയ കാര്യങ്ങളുണ്ട്. എല്ലായിടത്തും നോ പാർക്കിംഗ് കാര്യങ്ങളും സൈൻ ബോർഡുകളും എല്ലാം വെച്ചിട്ടുണ്ട്. അതിലെപ്പുള്ളി ആ വെള്ളച്ചാട്ടം പോയ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നോക്കി, അതിൻ്റെ വ്യൂ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് കേട്ടോ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. വെള്ളച്ചാട്ടം നോക്കിയേക്ക്, ഷാർപ്പ് വെള്ളച്ചാട്ടം കേട്ടോ. അത് ഇതുകൊണ്ട് വൈബ് ഉണ്ട്. അതായത് നമ്മുടെ പിള്ളേരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് ഈ കോഴി പോകണ കുറേ പിള്ളേരുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ കുറേ നേരമായിട്ട് നമ്മളെ കൈയാട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും ഇങ്ങനത്തെ ചെറിയ വഴികളാട്ടോ. അതിൻ്റെ നേരമായിട്ടുള്ള വഴികളാണ്. ഇനി ചില സ്ഥലത്ത് ഇതിനായിട്ടുള്ള നേരമായ വഴികൾ. അപ്പോൾ അതൊക്കെയൊക്കെ പോകണം. ഫോറസ്റ്റ് റോഡല്ലേ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. വീഡിയോ ക്രൂ ഉണക്കിയാൽ ആ പിള്ളേരെ ടാറ്റയൊക്കെ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കാതെ തന്നെ. ഇനിയിപ്പോൾ എന്തായാലും ഇവിടുത്തെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. നോക്കി നോക്കത്തെ നമ്മളെ പിള്ളേരൊക്കെ കണ്ട് പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ പിള്ളേരുടെ സൈഡിലേക്ക് ഇവിടെ വണ്ടി നമ്പറും കാറിലൊക്കെ എഴുതി വെക്കലുണ്ട് കേട്ടോ. വേറെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പേരും കാറിലൊക്കെ എഴുതി കേട്ടോ. ഇവിടെ സ്ലിപ്പും കാറിലൊക്കെ തരും കേട്ടോ. നോട്ടെ പറയാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് കിടക്കാം കേട്ടോ.